തെലങ്കാനയിലെ സംഗറെഡ്ഡി ജില്ലയിൽ ഒരു മരുന്ന് നിർമ്മാണശാലയിൽ ഒരു വലിയ സ്ഫോടനമുണ്ടായി, ഒരു പൊട്ടിത്തെറിയുണ്ടായി. 6 പേർ മരിച്ചു എന്നാണ് പ്രാഥമിക വിവരം. 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. റഹീസ്, ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 10-ലധികം മരണമെന്നാണ്. എന്താണ് സംഭവിച്ചതെന്നാണ് പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ? വിജയകുമാർ, അത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും ചെറിയ കണക്ക് എന്നുള്ള രീതിയിലാണ് ഈ 6 പേരുടേത്. ചില പ്രാദേശിക മാധ്യമങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 6 മരണം എന്നുള്ളത് പറയുന്നത്. പക്ഷേ അത് 10 അതിലധികമോ 12 വരെയുള്ള മരണം വരെ ഇപ്പോൾ ആയിരിക്കുന്നു എന്ന് പോലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് വരുന്നത്. ഇത് തെലങ്കാനയിലെ സംഗറെഡ്ഡി ജില്ലയിൽ അവിടെ സിഗാച്ചി കെമിക്കൽസ് എന്ന മരുന്ന് നിർമ്മാണശാലയിലാണ് ഇന്ന് രാവിലെ 9 മണിയോടെ സ്ഫോടനം ഉണ്ടാകുന്നത്. ഈ ദൃക്സാക്ഷികൾ പറയുന്നത് അനുസരിച്ചാണ് എങ്കിൽ മനുഷ്യർ ആകാശത്ത് പറന്നുയർന്ന് കുറേ മീറ്ററുകൾ അപ്പുറത്തേക്ക് തെറിച്ചു വീഴുന്ന തരത്തിലേക്ക് അത്ര വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായത് എന്നാണ്, പൊട്ടിത്തെറി ഉണ്ടായി എന്നാണ് ഈ ദൃക്സാക്ഷികൾ പറയുന്നത്. അങ്ങനെ ഈ നിർമ്മാണശാലയിലെ ഒരു ബിൽഡിംഗ് പൂർണ്ണമായും അഗ്നിക്കിരയായി. അഗ്നി വിഴുങ്ങുന്ന തരത്തിൽ വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. അത് ഈ കൂടുതലായിട്ടും ഈ അയൽ സംസ്ഥാന തൊഴിലാളികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഒറീസയിൽ നിന്നും ഒക്കെ ഉള്ള തൊഴിലാളികളാണ് അധികമായിട്ട് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് അവിടെ ഒരു 35-ലധികം തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. അവരിൽ തന്നെ 6 പേർ മരണപ്പെട്ടു എന്നുള്ള ഒരു കണക്ക് പുറത്തു വരുന്നു. അത് 12ഓളം ആകാം, അതായത് ഇരട്ടിയോളം ആയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ആ നിർമ്മാണശാലയിലെ ഒരു യൂണിറ്റിലാണ് തീപിടുത്തം ആദ്യം ഉണ്ടാകുന്നത്. ശേഷം തീ മറ്റുള്ളിടത്തേക്കൊക്കെ പടർന്നു. 12 ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിലവിൽ സ്ഥലത്തെത്തിയിട്ടുണ്ട്. തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റ് പല സമീപത്തെ ബിൽഡിങ്ങുകളിലേക്ക്, അതായത് ഈ യൂണിറ്റിൻ്റെ തന്നെ ഈ മരുന്ന് നിർമ്മാണശാലയുടെ തന്നെ മറ്റ് ചില ബിൽഡിങ്ങുകളിലേക്കൊക്കെയും ഈ തീ പടർന്നു പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലത്ത് എന്തായാലും കളക്ടറും SP-യും അടക്കമുള്ളവർ നിലവിലുണ്ട്. കളക്ടർ P. പ്രവീണ്യ പറയുന്നതനുസരിച്ചാണെങ്കിൽ മരണസംഖ്യ നിലവിൽ ഇപ്പോൾ കണക്കാക്കാൻ കഴിയില്ല. പലരെയും ഇപ്പോഴും അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കാനുണ്ട്. ഇവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് വ്യക്തമല്ല. ഒരു ഭാഗത്ത് തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്, പക്ഷേ പലയിടങ്ങളിലും ഇപ്പോഴും തീയുണ്ട്. SP പരിതോഷ് പങ്കജിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സർക്കാർ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മാത്രമല്ല ജനപ്രതിനിധി ഒരു MLA സ്ഥലത്തേക്ക് അയക്കാനായിട്ടും തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആശങ്ക ഉയർത്തുന്ന വിവരങ്ങളാണ് വരുന്നത്. മരണസംഖ്യ ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന നിലയല്ല. വിജയകുമാർ, ശരി റഹീസ്, അതാണ് റഹീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു അപകടമാണ്, ആശങ്കയുയർത്തുന്ന വിവരങ്ങളാണ് അവിടുന്ന് വരുന്നത്. 10-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായി എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അപകടമുണ്ടായത് തെലങ്കാനയിലെ സംഗറെഡ്ഡി ജില്ലയിലാണ്. അതൊരു വലിയ പൊട്ടിത്തെറിയാണ് അവിടെ സംഭവിച്ചത്. കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ.